അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു, നവംബറായി. ഇനി 2 മന്ത്സോടെയുള്ള നമ്മൾ 2025 കഴിയാൻ തന്നെ. കുറേ കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കുറച്ച് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തോ. ഇനി 2 മന്ത്സോടെയുള്ള നമ്മൾ 2025 കഴിയാൻ തന്നെ. അതിന് ഞാൻ പറഞ്ഞത് ഈ കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് നവംബറിൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ നവംബറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഡ്രോയിങ് പേപ്പർ തന്നെ കട്ട് ചെയ്തെടുത്ത് ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ 2-3 ഹാർട്ട്സ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഓപ്പൺ ചെയ്യണമാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റിമൈൻഡേഴ്സും തോട്ട്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പേജിൽ നമ്മൾ ഡേറ്റ്സ് പിന്നെ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഡേറ്റ്സ് എഴുതി കൊടുക്കുന്നുണ്ട്, പിന്നെ നവംബറിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഡയറി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സുഖമായിരിക്കും എഴുതാനൊക്കെ. ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് എഴുതുന്നതൊക്കെ. അടുത്തായി ചെയ്യാൻ പോണത് നമ്മൾ കളർ പേപ്പർ യെല്ലോ കളർ ഞാൻ അവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്, കട്ട് ചെയ്തതുപോലെ. പിന്നെ വൈറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലിറ്റ് ലൈൻസുമായിട്ട് നമ്മൾ പിങ്ക് മാർക്കർ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തോട്ടും 3D സ്റ്റിക്കറും ഫ്ലവറിൻ്റെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലവർ വരച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അവിടെ. ഞാൻ 3D ആയി നിൽക്കാൻ വേണ്ടി ഡബിൾ ടാപ്പ് ഇല്ലേ, അത് യൂസ് ചെയ്യേണ്ടതിൽ. പിന്നെ വീണ്ടും റിമൈൻഡർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിമൈൻഡർ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇന്നൊരു കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിളിയായിരിക്കും. പിന്നെ ഫ്ലവേഴ്സും പിങ്ക് കളർ പേപ്പറും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട്. ഇത് മൂഡ് ട്രാക്കറാണ്. ഡേറ്റ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. കളർ അടിക്കുന്നത് മോഡ്സാണ്. പിന്നെ നവംബർ റിമൈൻഡേഴ്സും വിഷ് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. വിഷ് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 3D സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആർട്സ് വരച്ചെടുത്തിട്ട് വെച്ചിട്ട് അത് വരച്ചില്ലകൾ വഴി നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ചാനൽ റെക്കോർഡ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കണ്ടാൽ ബൈ.